യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 29 അധ്യായം 21, 22, 23 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. മനുഷ്യർ കാത്തിരുന്ന് എൻ്റെ വാക്ക് കേൾക്കും, എൻ്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതെ ഇരിക്കും. ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല. എൻ്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റു വീഴും. മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും. പിന്മഴയ്ക്കെന്ന പോലെ അവർ വായ് പിളർക്കും എന്നുള്ള വചനമാണ്. ഈ വാക്യങ്ങൾക്കുള്ളിൽ ഇയ്യോബ് പറയുന്നത്, എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ നിങ്ങൾ എൻ്റെ ഉത്തരം മുട്ടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ അവസ്ഥകൾ മാറുകയും എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ ഞാൻ ആയിരുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ദൈവം എന്നെ മടക്കി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എൻ്റെ ഒരു വാക്കിനു വേണ്ടി കാത്തിരിക്കുന്നവരും എൻ്റെ ആലോചന കേൾപ്പാനായി ശാന്തമായി കാത്തിരിക്കുന്നവരെയും ഒക്കെ കാണുവാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷം 8 അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ അവിടെ ഓർമ്മപ്പെടുത്തുന്നത്, യേശു കവർന്നഖോമിലെത്തിയപ്പോൾ ശതാധിപൻ വന്ന് അവനോട് പറയുകയാണ്, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു, ഒന്ന് വന്ന് സൗഖ്യമാക്കണം എന്ന് പറയുകയാണ്. പക്ഷേ ആ ശതാധിപന് ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലായി. ഞാൻ ആവശ്യം ഉന്നയിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്നേക്കാൾ ശ്രേഷ്ഠനാണെന്നും അധികാരമുള്ളവനാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ താൻ പറഞ്ഞത്, എൻ്റെ പുരയ്ക്കകത്തു വരുവാൻ തക്ക യോഗ്യത എനിക്കില്ല. അങ്ങ് എത്രമാത്രം ശ്രേഷ്ഠനാണ്. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് പറയുകയാണ്. ആ ശതാധിപൻ യേശു കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കിനു വേണ്ടി കാത്തിരിക്കുന്നത് അവിടെ നമുക്ക് വ്യക്തമാകുകയാണ്. അവൻ്റെ വിശ്വാസവും അവൻ്റെ വാക്കുകളും കേട്ടിട്ട് യേശു അതിശയിക്കുകയാണ്. പിൻചെല്ലുന്നവരോട് പറയുകയാണ്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു തന്നെ പറയുകയാണ്. എന്നാൽ യേശു കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചു, അത്ഭുതം സംഭവിക്കപ്പെട്ടു എങ്കിൽ പറയുന്നവൻ്റെ വാക്കിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.
അതിന് ദൈവം നമ്മെ ശക്തരാക്കട്ടെ. കരുണയുള്ള ദൈവമേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് കാത്തിരുന്ന് അത് നേടുന്നവരായി, അത് പ്രാപിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ശതാധിപനെ പോലെ ഞങ്ങൾക്കും അങ്ങയുടെ വാക്കിന് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.